പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ ലോകത്തു നിന്നാണ് VS അച്യുതാനന്ദൻ സംസ്ഥാന മുഖ്യമന്ത്രി പദം വരെ എത്തിയത്. CPIMന്റെ തലപ്പത്തേക്കുയർന്ന മറ്റു പല നേതാക്കൾക്കും ഉണ്ടായിരുന്ന ഒരു ആനുകൂല്യങ്ങളും ഇല്ലാതെയാണ് VS വളർന്നത്. അസാധാരണമായ ആ വളർച്ചയ്ക്ക് കാരണം പാർട്ടി പ്രവർത്തകരും ജനങ്ങളുമായി ഉണ്ടായിരുന്ന അപാരമായ ബന്ധമായിരുന്നു. VSനെ പോലുള്ള ഒരു ജനകീയ നേതാവിനെ പുറത്താക്കിയത് തീർച്ചയായും തെറ്റ് തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രബുദ്ധരായ ജനത തിരിച്ചടി കൊടുക്കും CPIMന്. കേരളത്തിലെ ജനകോടികളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് VSനെ ഈ തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കിയത് തീർത്തും ശരിയായില്ല. ഈ നിമിഷമാണ് CPIMന്റെ ചരിത്രം മാറ്റിയത്. അതുവരെ പാർട്ടി തീരുമാനിക്കും, ജനങ്ങളെ അറിയിക്കും. ഇവിടെ ജനം തീരുമാനിച്ചു, പാർട്ടിയെ അറിയിച്ചു. മലമ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനവും പൊതുജനം തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ മുന്നോട്ട് പോട്ടെ. സത്യപ്രതിജ്ഞ 18-ാം തീയതി 4 മണിക്ക് ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ. മന്ത്രിമാരുണ്ടാകുന്നത് സംബന്ധിച്ച് 17-ാം തീയതിയിലെ ഞങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി ചർച്ച ചെയ്തതിന് ശേഷം എടുക്കുന്ന തീരുമാനം നിങ്ങളെ തന്നെ വിളിച്ച് അറിയിക്കുന്നതാണ്. പിന്നാലെ VS രാജ്ഭവനിലേക്ക്. എന്തൊരാത്മവിശ്വാസമാണ് ആ മുഖത്ത്, എന്തൊരാവേശമാണ് ഒപ്പമുള്ളവർക്ക്. സത്യപ്രതിജ്ഞയുടെ വെന്യൂവും ഡേറ്റും സമയവും എല്ലാം അദ്ദേഹത്തെ അറിയിക്കാനാണ്. ഒഫീഷ്യലായിട്ടുള്ളത് 17-ാം തീയതി നാളത്തെ CPIMൻ്റെയും LDFൻ്റെയും യോഗത്തിന് ശേഷം അദ്ദേഹത്തെ കാണുന്നതാണ്. അമ്പലപ്പുഴ പുന്നപ്ര വെന്തലത്തറ എന്ന ഓലമേഞ്ഞ വീട്. അവിടെ ശങ്കരൻ്റെയും അക്കമ്മയുടെയും മകനായി അച്യുതാനന്ദൻ ജനിച്ചത് 1923 ഒക്ടോബർ 20-ന്. വേലിക്കകത്ത് എന്നത് പിന്നീട് വാങ്ങി താമസമാക്കിയ വീടിൻ്റെ പേരാണ്. ജനിച്ച് 10-ാം മാസമായിരുന്നു കേരളത്തെ മുക്കിയ കൊല്ലവർഷം 99-ലെ വെള്ളപ്പൊക്കം. നിരവധി പേർ കുട്ടനാട്ടിൽ ചത്തുപൊങ്ങിയ ആ വെള്ളപ്പൊക്കത്തിൽ ജീവിത പങ്കാളിയെയും മക്കളെയും വള്ളത്തിൽ കയറ്റി ഒറ്റയ്ക്ക് തുഴഞ്ഞാണ് ശങ്കരൻ മറുകര എത്തിച്ചത്. അച്യുതാനന്ദന്റെ അതിജീവനങ്ങളുടെ തുടക്കം അവിടെയായിരുന്നു. അടുത്തത് വസൂരിയായിരുന്നു. അച്യുതാനന്ദൻ അന്ന് 4 വയസ്സാണ്. നാട്ടിൽ ആദ്യം വസൂരി ബാധിച്ചത് അക്കമ്മയ്ക്കാണ്. അതോടെ മക്കളെ പാടത്തിനക്കരെ ബന്ധുവീട്ടിലേക്ക് മാറ്റി. ഗംഗാധരനും പുരുഷോത്തമനും അച്യുതാനന്ദനും പിന്നെ ആഴിക്കുട്ടി, ഇവരായിരുന്നു മക്കൾ. വസൂരി നാട്ടിലെ മറ്റു പലരെയും എന്ന പോലെ അക്കമ്മയെയും കൊണ്ടുപോയി. കുട്ടികൾ 4 പേരും പിന്നെ അപ്പച്ചിയുടെ മേൽനോട്ടത്തിലായി. പിതാവ് ശങ്കരൻ മരിക്കുമ്പോൾ അച്യുതാനന്ദന് വയസ്സ് 11. അതോടെ ആ വീട്ടിലെ എല്ലാവരുടെയും പഠനം നിന്നു. തയ്യൽക്കട നടത്തിയിരുന്ന ജ്യേഷ്ഠൻ ഗംഗാധരൻ അച്യുതാനന്ദനെ ഒപ്പം കൂട്ടി. ജ്യേഷ്ഠന്റെ പീടികയിൽ 2 ആൾക്ക് ജീവിക്കാനുള്ളതില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ കയർ ഫാക്ടറിയിലേക്ക്. ആസ്പിൻവാൾ എന്ന 5000 തൊഴിലാളികളുണ്ടായിരുന്ന ആ കമ്പനിയിൽ നിന്നാണ് P. കൃഷ്ണപിള്ള അച്യുതാനന്ദനിലെ നേതാവിനെ കണ്ടെത്തുന്നത്. ആയിരത്തി 1939 കണ്ണൂർ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായ സമയമായിരുന്നു അത്. പുന്നപ്രയിൽ ആദ്യ അംഗത്വം അച്യുതാനന്ദന്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അത്ര തന്നെ പ്രായമുള്ള പാർട്ടി പ്രവർത്തനം. ഇതിപ്പോൾ ഏതാണ്ടൊരു കൊച്ചു ഗുജറാത്തായിട്ടാണ് പിന്നെ മാറാടും മാറിക്കൊണ്ടിരിക്കുന്നത്.
ADB-യുടെ പ്രമാണിയായ പോൾമാൻ തന്നെ പറഞ്ഞു, LDF ഗവൺമെന്റുമായി ഞങ്ങൾ യാതൊരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല. ചിന്ത എന്താ? എന്റെ ചിന്ത എന്താ? 1943 ബോംബെയിലായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം കോൺഗ്രസ്. അതിനു മുന്നോടിയായി കോഴിക്കോട് നടന്ന സമ്മേളനമായിരുന്നു ആദ്യ സംസ്ഥാന സമ്മേളനം എന്ന് വിളിക്കാവുന്നത്. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക ചെറുപ്പക്കാരനായിരുന്നു അന്ന് 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തിനു പിന്നാലെ പോലീസ് പിടിയിൽ, ക്രൂരമർദ്ദനം. ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടാത്ത 2 പേരായിരുന്നു AK ഗോപാലനും VS അച്യുതാനന്ദനും. AKG കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നെങ്കിൽ VS തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായിരുന്നു. 1954 CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. 34-ാം വയസ്സിൽ 1957 സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. അന്ന് സെക്രട്ടേറിയറ്റിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞയാൾ. 1957 1ാം EMS സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും VS-നുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം: സർക്കാരിനെ ഉപദേശിക്കാനുള്ള 9 അംഗ സമിതിയിലെ അംഗത്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ്, പലതവണ ജയിൽവാസം. 1980 സംസ്ഥാന സെക്രട്ടറി. സഹോദരന്മാരെ, കേരളത്തിന്റെ ഭൂമി മുഴുവൻ ഇവർ മുതലാളിമാർക്ക് വിട്ടുതുലച്ചിരിക്കുകയാണ്. രാജ്യത്തെ വികസനത്തിന് വേണ്ടി 4 നയാ പൈസ പോലും നൽകാതെ വിദേശ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. സംഘർഷഭരിതമായിരുന്നു ആ പാർട്ടി സെക്രട്ടറി കാലം. K. കരുണാകരൻ സർക്കാരിനെ വീഴിച്ച് ലോനപ്പൻ നമ്പാടനെ ഒപ്പമെത്തിച്ചതും MV രാഘവനെ പുറത്താക്കിയതും EK നായനാർ വീണ്ടും അധികാരത്തിൽ വന്നതുമെല്ലാം ഇക്കാലത്താണ്. ഇതിനിടെ പാട്ടഭൂമി സമരം മുതൽ അതിരപ്പള്ളി പദ്ധതി നീക്കം വരെ, ഇടമലയാർ മുതൽ മതികെട്ടാൻ വരെ പൊതുസമ്മതനായ നേതാവ് ജനകീയമായ സമരങ്ങളിലൂടെ അങ്ങനെ രൂപപ്പെട്ടു വരികയായിരുന്നു. കോഴിക്കോട്ടെ ആദ്യ സമ്മേളനം മുതൽ കമ്മ്യൂണിസ്റ്റായിരുന്നയാൾ. CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 പേരിൽ അവസാനത്തെയാൾ. കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ചുവന്ന നക്ഷത്രം ഇവിടെ അസ്തമിക്കുകയാണ്. എങ്ങും മുഴങ്ങുന്നുണ്ട് ലാൽ സലാം വിളികൾ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട് പ്രവർത്തകരുടെ 1000 ചുംബനങ്ങൾ. ലാത്തിയില്ല തോക്കുമില്ല എങ്കിലും കരങ്ങളിൽ ജീവനുള്ള നാൾ വരെ പോരടിച്ചു നേടിടും. ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ, ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ, പൂക്കളെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം സഖാക്കളെ. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് മലയാളം.